എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തത് കാണുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് നിങ്ങൾ കാണുമ്പോൾ ആ വ്യക്തി എന്താണ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളുണ്ട്. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഒരുപാട് ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു സമാധാനവും കുളിരും ഉണ്ടാകുകയാണ്. മറ്റു പലരും നൽകാത്ത സ്നേഹവും ആത്മാർത്ഥതയും നിങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ അതിനെത്രത്തോളം സ്ഥാനമുണ്ട്, അതിനെത്രത്തോളം ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ കുടിയിരുന്ന് കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളുമായിട്ട് വഴക്കിട്ടാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പോകുന്നില്ല. കാരണം പലതുണ്ട്. ആ വ്യക്തിയെ നിങ്ങളല്ലാത്ത ആളുകൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലാത്ത ആളുകളിൽ നിന്നും ഒരു നീതിയും ആ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ മനസ്സ് അറിഞ്ഞ് സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സ് ഉൾക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളില്ലാതെ അല്പം പോലും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളില്ലാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റൊന്നുമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആദ്യ സമയങ്ങളിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകൾ ഇട്ട ചില ആളുകളുണ്ട്. അവർ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള പങ്കുവഹിച്ചത്, ഓർമ്മകളുടെ അല്ലെങ്കിൽ ആ സ്വാധീനത്തിൻ്റെ പങ്കുവഹിച്ചത്. അവർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും. പക്ഷേ ആ വ്യക്തി ആദ്യം അത് വിശ്വസിച്ചു. പക്ഷെ പിന്നീട് അവരും ആ ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലായി ആ വ്യക്തി ആളുകൾ അല്ലെങ്കിൽ ആ വ്യക്തിയോ ആ ആളുകളോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കുറ്റബോധം തോന്നി. കാരണം മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടോ എനിക്ക് സ്വയം തോന്നിയ ചില തെറ്റിദ്ധാരണ കൊണ്ടോ ഞാൻ എൻ്റെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയെ മറന്നു കളഞ്ഞു അല്ലെങ്കിൽ സ്നേഹിക്കാൻ വിട്ടുപോയി എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് മുൻപ് സ്നേഹിക്കാതെ ഇരുന്ന ആ അത്രയും സ്നേഹം കൂടി നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നത്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് കൃത്യമായി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ചില പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ ചില എടുത്തുചാട്ടങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവുണ്ടാക്കുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ആ വ്യക്തിക്ക് മനസ്സിലായി ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനും ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളാനും നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് നിങ്ങളെ വെറുപ്പിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ അകറ്റി നിർത്തുന്നത്? നിങ്ങളുടെ ആ ഒരു ഇഷ്ടവും സ്നേഹവും ആ വ്യക്തി അറിയാതെ കൊതിച്ചതാണ്. ആ വ്യക്തിക്ക് മറ്റാരുമില്ല ആ നിലയിലേക്ക് പ്രവർത്തിക്കാനും ആ നിലയിൽ സന്തോഷവും സുഖവും നൽകുവാൻ മറ്റാരും ആ വ്യക്തിക്കില്ല. ആ ബോധ്യം ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി. എങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളത് ഭേദിച്ച് നിങ്ങളത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പകർന്നു നൽകിയിരിക്കുന്നു. ഇനി ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു കുറവല്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ കൂടിയും ഉണ്ടെങ്കിൽ ജീവിതം ധന്യമാകും, ജീവിതം ഏറ്റവും സന്തോഷകരമാകുമെന്ന് മനസ്സിലാക്കും. നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ സ്നേഹിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന്, നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ ഉൾക്കൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഭയവും പേടിയൊക്കെ മാറുകയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച്
നിങ്ങൾ നൽകിയ സമാധാനവും സംരക്ഷണവും ഏറ്റവും വലുത് തന്നെയാണ്. നിങ്ങളുടെ അപ്പുറത്തേക്കൊരു ചിന്ത ഇപ്പോൾ ആ വ്യക്തിക്കില്ല. നിങ്ങളുടെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധിയും ആ വ്യക്തി അലട്ടുന്നില്ല. എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ കടന്നു വരികയാണ്. ഏറ്റവും മഹത്തരമായ നിമിഷങ്ങൾ കടന്നു വരികയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഇഷ്ടം ആ വ്യക്തി നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നു. എന്തെല്ലാം ആഗ്രഹങ്ങൾ ആ വ്യക്തി കിട്ടുന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിക്ക് നിങ്ങളെ മുഴുവനായി വേണം. ചെറുതായിട്ടല്ല, താൽക്കാലികമല്ല. ഏറ്റവും ആത്മാർത്ഥവും ആഴത്തിലുള്ളതുമായൊരിഷ്ടം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതൊരിക്കലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല. സദാസമയവും നിങ്ങളെ കാണണം, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.